നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. ശരിയാക്കി CPM. ക്യാബിനറ്റ് പദവിയിൽ നേതൃത്വം മൗനം തുടരവെ പിണറായി സർക്കാരിനെ പ്രകീർത്തിച്ച് VS അച്യുതാനന്ദൻ. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ സർക്കാർ നടപടികൾ ശുഭസൂചകമെന്ന് VS. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അഴിമതി ജീവിതചര്യയാക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ EGN തൊഴുത്താക്കി മാറ്റിയ കേരളത്തെ ഇടതു സർക്കാർ വൃത്തിയാക്കുകയാണെന്നും പ്രതികരണം. പൊതുവിദ്യാലയങ്ങളെ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് വിട്ടുകൊടുക്കില്ലെന്ന് പിണറായി. അതിനുള്ള നടപടികൾ സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു. പൊതുവിദ്യാഭ്യാസത്തെ ശരാശരി നിലവാരത്തിലേക്ക് ഉയർത്തും. കേരളത്തിൽ BJPയും RSSും വർഗീയ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നു. ജനങ്ങൾക്കിടയിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കുകയാണ് നരേന്ദ്രമോദിയുടെ ലക്ഷ്യമെന്നും പിണറായി. കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരായ RSS അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. തിരഞ്ഞെടുപ്പിന് ശേഷം സംഘപരിവാർ കൊലപ്പെടുത്തിയത് 2 CPM പ്രവർത്തകരെ. ഇടതുപക്ഷത്തിനൊപ്പം നിന്നവരെ പാർട്ടി സംരക്ഷിക്കുമെന്നും കോടിയേരി. മറന്നുപോകുന്ന ഔചിത്യം. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജിന്റെ കാര്യത്തിൽ LDF സർക്കാർ ഔചിത്യം കാട്ടിയില്ലെന്ന് VM സുധീരൻ. മന്ത്രി EP ജയരാജന്റെ നേതൃത്വത്തിൽ അഞ്ജുവിനെ അപമാനിച്ചിറക്കി വിടുകയാണ് ചെയ്തത്. പിണറായി സർക്കാരിന്റെ ആദ്യ പ്രഖ്യാപനങ്ങൾ പ്രത്യാശാജനകമായിരുന്നുവെങ്കിലും ഇപ്പോൾ അങ്ങനെയല്ലെന്നും KPCC അധ്യക്ഷൻ. പുതിയ സർക്കാർ വരുമ്പോൾ വ്യക്തികളെ മാറ്റാൻ അധികാരമുണ്ട്. എന്നാൽ അഞ്ജുവിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അതല്ല. അധികാരം അഹങ്കാരത്തോടെ ഉപയോഗിക്കുമ്പോഴാണ് അത് അധികാര ദുർവിനിയോഗമാകുന്നതെന്നും ആക്ഷേപം. കായിക സംഘടനയുടെ തലപ്പത്തേക്ക് അഞ്ജുവിനെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊണ്ടുവരികയാണ് UDF സർക്കാർ ചെയ്തത്. ഇടതു സർക്കാർ അഞ്ജുവിനെ അപമാനിച്ച് പുറത്താക്കുന്നു. ഇങ്ങനെ പോയാൽ കേന്ദ്രത്തിലെ BJP സർക്കാരും കേരളത്തിലെ ഇടതു സർക്കാരും തമ്മിൽ വ്യത്യാസമുണ്ടാകില്ലെന്നും കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ. കലാപത്തിന്റെ കാലാന്തരം. 3 പതിറ്റാണ്ട് കടന്ന സിഖ് വിരുദ്ധ കലാപം വീണ്ടും അന്വേഷിക്കാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനം. 1984 രാജ്യത്ത് 3000-ലധികം സിഖ് വംശജർ കൂട്ടക്കൊലയ്ക്കിരയായ സംഭവത്തിൽ അന്വേഷണം അവസാനിപ്പിച്ച 75ഓളം കേസുകളാണ് വീണ്ടും പരിഗണിക്കുക. കോൺഗ്രസ് നേതാക്കൾ പ്രതികളായ കേസുകളാണ് പുനരന്വേഷണത്തിന് പരിഗണിക്കുന്നവയിൽ അധികവും. 1984 പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി സിഖ് വംശജരായ സുരക്ഷാ ഭടന്മാരുടെ വെടിയേറ്റ് മരിച്ച സംഭവത്തിന് പിന്നാലെയായിരുന്നു രാജ്യത്തെ നടുക്കിയ സിഖ് വിരുദ്ധ കലാപം. ഡൽഹിയിൽ മാത്രം 3000ഓളം സിഖുകാരാണ് കൂട്ടക്കുരുതിക്കിരയായത്. കലാപത്തിനു പിന്നിൽ ഡൽഹി പോലീസും കേന്ദ്ര സർക്കാരിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരുമാണെന്ന് ആരോപണം ഉയർന്നിരുന്നു. ശമനമില്ലാതെ ദുരിതമഴ. തോരാമഴയുടെ കെടുതിയിൽ കേരളം. 3 ദിവസമായി കനത്ത് പെയ്യുന്ന മഴയിൽ പല ജില്ലകളിലും പ്രളയഭീഷണി. ശക്തമായ മഴ തുടരുന്ന ആലപ്പുഴ ജില്ലയിൽ 10,000-ലധികം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. ആലപ്പുഴയിൽ 29ഉം കൊല്ലത്ത് 6 ക്യാമ്പുകൾ തുറന്നു. തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷം. തൃശൂരിൽ അതിശക്തമായ വേലിയേറ്റത്തിൽ 40ഓളം വീടുകൾ വെള്ളത്തിനടിയിൽ. അതിനിടെ ഇന്ന് 55 കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിന് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. മീൻപിടുത്തക്കാർക്ക് ദുരന്ത നിവാരണ സേനയുടെ ജാഗ്രതാ നിർദ്ദേശം. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2725 രൂപ. പവൻ 21,800 രൂപ. വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 5:30. നമസ്കാരം.